ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യൂട്യൂബിലെ ബ്രാൻഡഡ് വാട്ടർമാർക്ക് എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മളെ ചാനൽ പുതിയതായിട്ട് വിസിറ്റ് ചെയ്യുന്നവര്, നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസത, ഒരു ട്രസ്റ്റ് ഉണ്ടാവും ഈ ബ്രാൻഡഡ് വാട്ടർമാർക്ക് ചെയ്യുമ്പോൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു മോട്ടിവേഷനാണ്, പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷനാണ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഓരോ വീഡിയോക്കും നിങ്ങൾ ബ്രാൻഡഡ് വാട്ടർമാർക്ക് ചെയ്യുക, അതെപ്പോഴും നല്ലതാണ്. 3 ടൈപ്പിൽ നമുക്ക് ബ്രാൻഡഡ് വാട്ടർമാർക്ക് ചെയ്യാം. അത് ഏറ്റവും എൻഡിൽ, അവസാനത്തെ ഒരു 15 സെക്കൻഡിൽ മാത്രമാണ് നമ്മളെ ഈ ബ്രാൻഡഡ് ലോഗോ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ബ്രാൻഡഡ് വാട്ടർമാർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, ഈ 3 ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ കാണിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഇൻ കേസ് നല്ലൊരു സീൻ അല്ലെങ്കിൽ നല്ലൊരു ക്ലിപ്പിംഗ് കണ്ടിട്ട് അവർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഉപയോഗിച്ചിരിക്കുന്ന യൂട്യൂബിന്റെ തന്നെ ലോഗോ ആണ്. യൂട്യൂബിന്റെ ലോഗോ കിട്ടാൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഐക്കൺ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ PNG ഫോർമാറ്റിൽ അല്ലെങ്കിൽ GIF ഫോർമാറ്റിലൊക്കെ നമുക്ക് ഐക്കൺസ് ഒരുപാട് കിട്ടും, ഫ്രീ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. യൂട്യൂബിന്റെ തന്നെ ചെറിയൊരു പ്ലേ ബട്ടൺ അല്ലെങ്കിൽ ആ യൂട്യൂബിന്റെ ഒരു ലോഗോ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. കൂടുതൽ ആൾക്കാരും സ്വന്തം ചാനലിന്റെ ലോഗോസ് ആണ് വാട്ടർമാർക്കായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ യൂട്യൂബിന്റെ ലോഗോ കൊടുക്കാം. യൂട്യൂബിന്റെ ലോഗോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡ് കളറാണ്, പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ലോഗോ ആണ്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പെട്ടെന്ന് ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ വാട്ടർമാർക്കിന്റെ മേലെ പോയി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷന്റെ ഒരു ബട്ടൺ വരും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ ചാനലിൽ. 1 MB കൂടാൻ പാടില്ല ഇമേജസ്. അതുപോലെ തന്നെ GIF ഇമേജോ അല്ലെങ്കിൽ PNG ഇമേജോ ആയിരിക്കണം ഈ വാട്ടർമാർക്ക് ചെയ്യുന്ന ഇമേജ്. ചെറിയൊരു ഇമേജ് ആയിരിക്കും. വീഡിയോയുടെ റൈറ്റിൽ ബോട്ടം ലെവലിൽ നമ്മൾ എപ്പോഴും പല വീഡിയോകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഒരു ലോഗോ അവിടെ അങ്ങനെ വന്നിട്ടാണ്, അല്ലെങ്കിൽ ഒരു വാട്ടർമാർക്ക്. അതാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ബ്രാൻഡഡ് വാട്ടർമാർക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുക യൂട്യൂബിൽ. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. പിന്നീട് നമ്മൾ നേരെ സെറ്റിങ്സ് എന്ന് പറയുന്നിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാനൽ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് കാണും. അതാണ് വാട്ടർമാർക്ക് ചെയ്യാനുള്ള ടാബ്. ഇവിടെ നമുക്ക് ഒരു സജഷൻ പറയുന്നത് കാണാം. അതായത് PNG അല്ലെങ്കിൽ GIF ഇമേജ് ആയിരിക്കും നല്ലത്. സ്ക്വയർ ഇമേജ് ആയിരിക്കണം എപ്പോഴും. 150x150 അല്ലെങ്കിൽ 250x250 അങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ഇമേജ് മാത്രമേ എടുക്കുള്ളൂ. 1 MB കൂടാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് വാട്ടർമാർക്ക് കാണിക്കുന്ന ഏരിയ. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തേക്കുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചൂസ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അത് ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ലോഗോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു സ്ക്വയർ ആയിട്ടുള്ള ഇമേജാണ്. ഇവിടെ നമ്മൾ വാട്ടർമാർക്ക് വന്നു. ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓപ്ഷൻസ് കാണാം. അതായത് ഡിസ്പ്ലേ ടൈപ്പ്. എൻഡ് ഓഫ് ദ വീഡിയോയിൽ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. കസ്റ്റം സ്റ്റാർട്ട് ടൈമിൽ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റയർ വീഡിയോ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വീഡിയോ, ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വീഡിയോക്ക് വാട്ടർമാർക്ക് കാണിക്കണം. അപ്പോൾ എൻ്റയർ വീഡിയോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സേവ് ചെയ്യാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാട്ടർമാർക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ വീഡിയോയിലും നമുക്ക് വാട്ടർമാർക്ക് കാണാൻ പറ്റും.